ഹായ്, ഞാൻ രതി. ഇതെന്റെ പുതിയ ചാനൽ രതി 2.0. ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കഥകൾ പറയുവാനാണ്. നിങ്ങൾക്കെൻ്റെ കഥകൾ ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നേരിയ ചുവന്ന വെളിച്ചം മാത്രമുള്ള ആ മുറിയിലേക്ക് അവൻ നടന്നു. കണ്ണെത്തുന്നിടത്തെല്ലാം പരസ്പരം എല്ലാം മറന്നു നിൽക്കുന്നവർ മാത്രം. അവർക്കിടയിലും അവന്റെ കണ്ണുകൾ അവളെ തേടുകയായിരുന്നു. അടച്ചിട്ട കതക് തുറന്ന് അകത്ത് കയറാൻ ശ്രമിച്ച അവനെ ആ കറുപ്പും ഇട്ട അജാനുബാഹുവായ ബൗൺസർ തടഞ്ഞു. അകത്ത് നിന്ന് വലിയ രീതിയിലുള്ള അലർച്ചയും പ്രത്യേക ശബ്ദവും അവന് കേൾക്കാമായിരുന്നു. അത് തൻ്റെ എല്ലാമായ അഞ്ജലിയുടേതാണെന്ന തിരിച്ചറിവ് അവന്റെ ഉള്ളിലൊരു മിന്നൽ പിണർ പോലെ കടന്നുപോയി. അവിടുത്തെ സ്ലോ മോഡ് മ്യൂസിക്കിനേക്കാളും താളത്തിൽ അവന്റെ നെഞ്ചിൽ താളമിടിക്കുന്നുണ്ടായിരുന്നു. ഒരു തവണ കൂടി ഉള്ളിൽ കടക്കാൻ ശ്രമിച്ച അവനെ ബൗൺസർ പിടിച്ചു തള്ളി. എങ്ങും കവിതാക്കളെ കൊണ്ട് നിറഞ്ഞ ആ മുറിയിൽ അവൻ മാത്രം ഒറ്റയ്ക്ക് നിന്നു. പെട്ടെന്ന് അവന്റെ തോളിൽ ഒരു കൈ പതിച്ചു. 2 മാസങ്ങൾക്ക് മുൻപ് വാഹനങ്ങളുടെ ഇരമ്പലിലും ജീവിതം മുന്നോട്ടോടിക്കാൻ പായുന്ന ആളുകളുടെ തിരക്കിന് നടുവിലും ബാംഗ്ലൂർ നഗരത്തിൽ പ്രഭാതം പൊട്ടിവിടർന്നു. പ്രണവ് ഇറങ്ങാറായില്ല ഇതുവരെ? പെട്ടെന്ന് വാ, ലേറ്റ് ആവും. ദേ വന്നു കഴിഞ്ഞു. ഒരു തോർത്തെടുത്ത് മറ്റൊന്നുകൊണ്ട് തല തോർത്തി പ്രണവ് പുറത്തിറങ്ങി. തോർത്ത് ബെഡിലിട്ട് കണ്ണാടിയിൽ നോക്കി അവൻ മുടി ഒതുക്കി വെച്ചു. എത്ര പറഞ്ഞാലും കേൾക്കില്ല, നനഞ്ഞ തോർത്ത് ബെഡിലിടല്ലെന്ന്. ഓ പിന്നെ ബെഡ് അങ്ങ് ഉരുകി പോവല്ലേ. ദേ ഇല്ലാത്ത സൗന്ദര്യം നോക്കി നിൽക്കാതെ വേഗം വന്നേ, സമയം വൈകും. ഓഹോ, പോവാൻ തുടങ്ങിയ അവളെ അവൻ പിടിച്ചു. മാറ്, എന്റെ സാരി ചുളുങ്ങും. പറയടി, ആർക്കാടി സൗന്ദര്യമില്ലാത്ത? അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, എന്റെ കുട്ടൻ ലുക്കല്ലേ. അവൾ അവന്റെ കവിളിലൂടെ കൈ ഓടിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ കണ്ണുകൾ അവളുടെ വലിയ കണ്ണുകളിൽ ഉടക്കി. എന്റെ അഞ്ചുമോളെ, നിന്നെ കാണാനും അന്യായ ലുക്കാണ്, പ്രത്യേകിച്ച് നീ ഒരുങ്ങിയിറങ്ങിയ. അതും പറഞ്ഞ് അവൻ അവളെ നെഞ്ചോട് ചേർത്തു. അമ്മേ, ഇത് ഇട്ടതാ, ഇതേ മോള് വിളിക്കുന്നു, മാറിക്കേ. അവനെ അവൾ തള്ളി മാറ്റി. ചിരിച്ചുകൊണ്ട് മുറിയുടെ പുറത്തേക്ക് നടന്ന അവളെ അവൻ നോക്കിയിരുന്നു. പ്രണവ് മേനോൻ ബാംഗ്ലൂരിൽ ഒരു പ്രസിദ്ധ IT കമ്പനിയിലെ സീനിയർ ലെവൽ എംപ്ലോയിയാണ്. വയസ്സ് 29. നാട്ടിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പ്രണവ് ബാംഗ്ലൂരിൽ വന്നിട്ട് ഇപ്പോൾ 8 വർഷം. വീട്ടിൽ അച്ഛനും അമ്മയുമാണുള്ളത്. നാട്ടിൽ അത്യാവശ്യം പേര് കേട്ട തറവാടായിരുന്നു അവരുടേത്. പഴമക്കാരായ വീട്ടുകാരുടെ ഇടയിൽ നിന്ന് ജോലിക്കായി ബാംഗ്ലൂരിലെത്തിയതിനു ശേഷമാണ് അവൻ ജീവിതമൊന്ന് ആസ്വദിക്കാൻ തുടങ്ങിയത്. ഇവിടെ അങ്ങനെ പറയത്തക്ക ഫ്രണ്ട്സ് ഒന്നും അവനില്ല. എന്നാൽ കൊളീഗ്സ് ഒക്കെ ആയിട്ട് നല്ല ബന്ധവുമാണ്. ആരോടും അങ്ങനെ പെട്ടെന്ന് കൂടുതലായി അടുക്കുന്ന സ്വഭാവക്കാരനൊന്നും ആയിരുന്നില്ല അവൻ. എന്നാൽ ആക്റ്റീവാണ് താനും. ലൈഫ് എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം വർക്കിലും അവൻ നന്നായി ശോഭിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് പ്രമോഷനോട് കൂടി അവന്റെ കരിയർ ഉയർന്നു. 25-ാം വയസ്സിൽ തന്നെ സീനിയർ ലെവൽ പൊസിഷനിൽ അവൻ എത്തി. അതുപോലെ തന്നെ അവന്റെ സാലറിയും. സെറ്റിൽ ആവാനായി എന്ന് തോന്നിയപ്പോൾ വീട്ടുകാർ തന്നെ അവനോട് കല്യാണക്കാര്യം ആവശ്യപ്പെട്ടു. 25-ലല്ലേ, പിന്നെ 35-ലേ നടക്കൂ എന്ന് ഏതോ ജോത്സ്യം പറഞ്ഞതുകൂടി കേട്ടപ്പോൾ അവൻ കല്യാണത്തിന് സമ്മതിച്ചു. അങ്ങനെ അവരായിട്ട് തന്നെ
ഒരു മേനോൻ കുട്ടിയെ കണ്ടുപിടിച്ചു, അഞ്ജലി. നാട്ടിൽ അവരെ പോലെ തന്നെ വലിയ തറവാട്ടുകാരാണ് അവര്. അഞ്ജലി ഡിഗ്രി വരെ നാട്ടിലും അത് കഴിഞ്ഞ് MBA ബാംഗ്ലൂരിലുമാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ബാംഗ്ലൂർ ടൈം ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു. ജീവിതത്തിൽ ഇതുവരെ പ്രണവിന് ഒരു പെൺകുട്ടിയോടും ഇഷ്ടം തോന്നിയിട്ടില്ല. എന്തിന്? 4 വർഷം ബാംഗ്ലൂരിൽ ജീവിച്ചിട്ടും 25 വയസ്സായിട്ടും ആരോടും ഒരിഷ്ടം തോന്നിയില്ല. പെൺകുട്ടി ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ അവളുടെ ഫോട്ടോ കൂടി കണ്ടപ്പോൾ അവൻ ഡബിൾ ഓക്കെ പറഞ്ഞു. വീട്ടുകാർ തന്നെ അവർക്ക് കാണാനായി ഒരവസരം ഉണ്ടാക്കി കൊടുത്തു, ഒരു കോഫി ഷോപ്പിൽ വെച്ച്. അവിടെ അവർ പരസ്പരം കണ്ടുമുട്ടി. അഞ്ജലിയെ കുറിച്ച് പറയുകയാണ്, കല്യാണം കഴിയുമ്പോൾ അവൾക്ക് 23 വയസ്സായിരുന്നു. ഒരു മേനോൻ തറവാട്ടിൽ ജനിച്ചു വളർന്ന എല്ലാ ലക്ഷണങ്ങളും അവളിലുണ്ട്. നല്ലപോലെ വെളുത്ത്, വലിയ കണ്ണുകളും നീളമുള്ള മുടിയും ഒതുങ്ങിയ അരക്കെട്ടും നല്ല ആഢ്യത്വമുള്ള ശരീരം. നടി ജാൻവി കപൂറിൻ്റെതുപോലെയുള്ള ശരീരവും മൃണാൽ താക്കൂറിന്റെ ഫേസും അതായിരുന്നു അഞ്ജലി. എല്ലാം കൊണ്ടും ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണവ് വീണു. അഞ്ജലിക്കും അവനെ ഇഷ്ടമായി. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ മണിക്കൂറുകളോളം അവർ സംസാരിച്ചു. അങ്ങനെ നാട്ടിൽ വെച്ച് അവരുടെ കല്യാണം ആർഭാടപൂർവമായി നടന്നു. കല്യാണത്തിന് ശേഷം ഹണിമൂണും മറ്റു പരിപാടികളും കഴിഞ്ഞ് അവർ ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങി. ആദ്യ സംഗമത്തിൽ പ്രണവിനെ ഞെട്ടിച്ച കാര്യം എന്താണെന്നോ? അവളും ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല എന്നതായിരുന്നു. അത് അവന് അവളോടുള്ള ഇഷ്ടം ഒന്നുകൂടെ കൂട്ടി. അങ്ങനെ അവരുടെ പ്രണയം അവിടെ തുടങ്ങി. കല്യാണം കഴിഞ്ഞ് അടുത്ത വർഷം തന്നെ അവർക്ക് ഒരു പെൺകുട്ടി ഉണ്ടായി, ഇഷ. അങ്ങനെ അവർ തങ്ങളുടെ സന്തോഷപൂർണമായ കൊച്ചു കുടുംബ ജീവിതം ആസ്വദിച്ചു പോരുന്നു. അവർക്ക് 2 പേർക്കുമിടയിൽ ഒരു രഹസ്യങ്ങളും ഉണ്ടായിരുന്നില്ല. പരസ്പരം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തുറന്നു പറയുകയും എല്ലാം ചെയ്യുമായിരുന്നു അവർ. വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് വന്ന് ഇഷമോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലോകമാണ്. റിലേഷൻഷിപ്പിൽ അവർ വളരെയധികം ആക്റ്റീവുമായിരുന്നു. തൻ്റെ സുഖത്തേക്കാൾ മറ്റേയാളുടെ സുഖത്തിനായിരുന്നു അവർക്ക് 2 പേർക്കും താല്പര്യം. പ്രണവിന് എന്ത് ചെയ്യുന്നതും അഞ്ജലിക്ക് ഇഷ്ടമായിരുന്നു. ഒരുമിച്ചിരുന്ന് വീഡിയോസ് കാണുക, ഇടയ്ക്ക് അതുപോലെ ഞാൻ പറയണ്ടല്ലോ അല്ലേ. അങ്ങനെ അവർ ലൈഫ് നല്ല പോലെ ആസ്വദിച്ചു. ഇടയ്ക്കൊക്കെയുള്ള ഔട്ടിങ്, വെക്കേഷൻ ടൈമിലുള്ള ട്രിപ്പ്, നാട്ടിൽ പോക്ക് എല്ലാം ഉണ്ടായിരുന്നു. ഇഷമോൾക്ക് ഇപ്പോൾ 4 വയസ്സായി. ഇന്ന് അഞ്ജലിയുടെ ഒരു കൊളീഗിന്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അതിന് പോവാനുള്ള ഒരുക്കത്തിലായിരുന്നു അവർ. വൈകിട്ട് 7-നാണ് പരിപാടി. ഓഫീസ് കഴിഞ്ഞ് വന്ന് റെഡിയാവാനുള്ള തിരക്കിലാണ് 2 പേരും. അഞ്ജലിക്ക് ഇപ്പോൾ 28 വയസ്സായി. പ്രസവത്തിന് ശേഷം അവൾ ഒന്നുകൂടെ സുന്ദരിയായി എന്ന് വേണം പറയാൻ. നല്ലപോലെ ശരീരം നോക്കിയിരുന്ന അവൾ എന്നും രാവിലെ യോഗ, ഡയറ്റ്, ഇടയ്ക്കുള്ള വർക്കൗട്ട് എല്ലാം കൊണ്ടും ഒരു അവർ ഗ്ലാസ് ഷേപ്പ് ശരീരം അവൾക്കുണ്ടായിരുന്നു. ഒട്ടും ചാടാത്ത വയറും നല്ല ബോഡി ഷേപ്പും. ആരും ഒന്ന് നോക്കിപ്പോകും അവളെ. മോളെ ഡ്രസ് ഇടിച്ച് അവൾ റെഡിയായി. ഒരു പർപ്പിൾ കളർ ട്രാൻസ്പെറന്റ് സാരിയാണ് അവൾ ഉടുത്തത്. കൂടെ അതേ കളർ സ്ലീവ്ലെസ് ബ്ലൗസും. വസ്ത്രധാരണത്തിൽ അവൾ നന്നായി ശ്രദ്ധിച്ചിരുന്നു. എന്ന് വെച്ച് എല്ലാം പൊതിഞ്ഞു കെട്ടിയൊന്നും നടക്കാറില്ല. തന്റെ ശരീരത്തിന് ചേരുന്ന പോലെ കുറച്ചൊക്കെ മോഡേൺ ആയാണ് അവൾ ഡ്രസ് ചെയ്യാറുള്ളത്. പ്രണവിന് അതൊക്കെ ഇഷ്ടമാണ്. ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന അഞ്ജലി കല്യാണത്തിന് ശേഷമാണ് സ്വതന്ത്രമായ ഇഷ്ടത്തിന് ഡ്രസ് ചെയ്യുന്നത് പോലും. അവളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും പ്രണവ് സപ്പോർട്ടായിരുന്നു. ഒരു ചെറിയ പൊട്ടും
ഭംഗിയായി നീളത്തിൽ വെട്ടി നിർത്തിയ മുടി കെട്ടിവെച്ച് അവൾ ഹാളിലേക്ക് നടന്നു. അപ്പോഴേക്കും പ്രണവ് റെഡിയായി വന്നു. പോവാം. റെഡിയായോ അച്ഛൻ്റെ ഇഷ്ടമ്പോൾ? വിഷയം എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നുകൊണ്ട് അവൻ ചോദിച്ചു. അവർ വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. രണ്ടുപേർക്കും നല്ല ശമ്പളമുള്ള ജോലി ആയതുകൊണ്ട് അവരവിടെ ഒരു വെൽ സെറ്റിൽഡ് ഫാമിലി ആയിരുന്നു. ഇലക്ട്രോണിക് സിറ്റിക്ക് അടുത്ത് തന്നെയുള്ള ഒരു ഹൗസിംഗ് സൊസൈറ്റിയിൽ സ്വന്തമായി ഒരു 3 BHK വീടുണ്ട്. പ്രണവ് പോർച്ചിൽ നിന്ന് അവളുടെ കിയ സെൽറ്റോസ് കാർ പുറത്തേക്കെടുത്തു. ഗേറ്റ് അടച്ച് അഞ്ജലിയും കാറിൽ കയറി അവർ പാർട്ടി നടക്കുന്ന വീട്ടിലേക്ക് പോയി. അവർ അവിടെ എത്തിയപ്പോഴേക്കും പാർട്ടി തുടങ്ങിയിരുന്നു. കേക്ക് മുറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരവിടെ സംസാരിച്ചു നിന്നു. ഇഷമോളെ മാറി മാറി എടുക്കാൻ അവിടെ ധാരാളം കൈകൾ ഉണ്ടായിരുന്നു. പ്രണവ് ഒരു ഗ്ലാസ് ഷാമ്പെയിൻ എടുത്ത് കുടിച്ചുകൊണ്ട് അവിടെ നിന്നു. അവിടുത്തെ മിക്ക ആണുങ്ങളും അഞ്ജലിയെ സ്കാൻ ചെയ്യുന്നത് അവൻ ശ്രദ്ധിച്ചു. പ്രണവിനത് കാണുമ്പോൾ ഉള്ളിലെന്തോ അഭിമാനമാണ്. രാത്രിയിൽ ഇതൊക്കെ പറഞ്ഞ് അവൻ അവളെ കളിയാക്കുകയും ചെയ്യും. അവർ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു. മറയൊന്നുമില്ലാതെ എന്തും തുറന്നു പറയും. അഞ്ജലി അവിടെ കേക്ക് കഴിച്ചുകൊണ്ട് ഫ്രണ്ട്സുമായിട്ട് കത്തിവെച്ച് നിൽക്കുകയാണ്. സൈഡിലായി കുറച്ച് പയ്യന്മാർ നിൽക്കുന്നുണ്ട്. അവരുടെ നോട്ടം മുഴുവൻ അഞ്ജലിയിലാണ്. അവരെന്തൊക്കെയോ പറയുന്നുമുണ്ട്. പ്രണവ് പതിയെ അവരുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അതിലൊരാൾ, മോനെ എന്തൊരു ഭംഗിയാ. വേറൊരാൾ, ആണോ, എന്നാ പോയി. അത് കേട്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ അടുത്തെത്തി അവൻ സൈഡിലൂടെ. അഞ്ജലി പെട്ടെന്ന് നീങ്ങി. കയ്യിലിരുന്ന കേക്ക് അവളുടെ സാരിയിലായി. ഓ സോറി ചേച്ചി, കണ്ടില്ല. അതും പറഞ്ഞ് ഒരു വഷളം ചിരിയും ചിരിച്ച് അവൻ തിരിച്ചവിടേക്ക് തന്നെ വന്നു. പ്രണവിന്റെ പേശികളിൽ രക്തയോട്ടം കൂടി. അവൻ കൈ രണ്ടും ചുരുട്ടിപ്പിടിച്ച് ദേഷ്യത്തോടെ അവനെ നോക്കി. പ്രണവിന്റെ നോട്ടം പന്തിയല്ല എന്ന് കണ്ട് അഞ്ജലി അവിടേക്ക് വന്നു. പ്രണവിന്റെ കയ്യും പിടിച്ച് ബാത്റൂമിലേക്ക് നടന്നു. അകത്ത് കയറി കുറ്റിയിട്ടു. അവന്റെ ഞാൻ തീർത്തു കൊടുക്കാം. ദേ അടങ്ങി നിന്നേ, അതെന്റെ മാനേജറിന്റെ മോനാ. ആകപ്പാടെ ഉള്ള പണി കളയല്ലേ. സാരിയിൽ പറ്റിയ കേക്ക് വെള്ളം തൊട്ട് കഴുകിക്കൊണ്ട് അഞ്ജലി പറഞ്ഞു. പിന്നെ നിന്നോട് മോശമായി പെരുമാറുമ്പോൾ ഞാൻ നോക്കി നിൽക്കണോ? ഓ, ആദർശ ഭർത്താവ് ഉണർന്നോ? എന്തേ ഇപ്പൊ കളിയാക്കുന്നില്ലേ? അവൻ നോക്കി ഇവൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നതൊക്കെ. പക്ഷേ എന്തടി, നിനക്ക് വല്ലതും തോന്നിയോ? തോന്നിയെങ്കിൽ എന്നാൽ ആ തോന്നലങ്ങ് മാറ്റിത്തരാം. ഡാ, നമ്മുടെ വീടല്ല, വീട്ടിൽ പോയിട്ടാവാം. വീട്ടിൽ പോയിട്ട് എന്താ? എന്നും ചെയ്യുന്ന പോലെ അല്ലേ? ഒരു പുതുമയില്ലല്ലോ. അവൻ അവളിൽ നിന്ന് വിട്ടുമാറി. എന്താ മിസ്റ്റർ പ്രണവ് മേനോൻ, ഒരു മടുപ്പ് പോലെ? മടുപ്പ് തന്നെയാണ്. അതും പറഞ്ഞ് കൈ കഴുകി അവൻ പുറത്തേക്ക് പോയി. അഞ്ജലി ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പാർട്ടി കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ച് അവർ വീട്ടിലേക്ക് പോന്നു. മോളെ നെഞ്ചോട് ചേർത്ത് അഞ്ജലി കാറിലിരുന്നു. പ്രണവ് ഡ്രൈവിംഗ് ശ്രദ്ധിച്ച് മിണ്ടാതെയിരുന്നു. അങ്ങനെ അവർ വീട്ടിലെത്തി. ആ, ഇത്ര വേഗം വന്നോ പാർട്ടി കഴിഞ്ഞ്? പിറകിലെ സ്വരം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് നമിതയായിരുന്നു. ഗേറ്റിൽ അവരെ നോക്കി ചിരിച്ചു നിൽക്കുന്നു. നമിത, നമി എന്ന് വിളിക്കും. അഞ്ജലിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. അവർ MBAക്ക് ഒരുമിച്ചായിരുന്നു ഹോസ്റ്റലിൽ. അഞ്ജലിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്നും പറയാം. നമിതയുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഹസ്ബൻഡിന്റെ പേര് ജോബിൻ. ജോ എന്ന് വിളിക്കും. കുട്ടികളായിട്ടില്ല. രണ്ടുപേരും ഇത്ര നാളും ദുബായിലായിരുന്നു. 6 മാസം ആയിട്ടുള്ളൂ അവർ ബാംഗ്ലൂരിൽ വന്നിട്ട്. ഇപ്പൊ ഇവിടെ സെറ്റിൽഡ് ആണ്. അഞ്ജലിയുടെയും പ്രണവിന്റെയും വീടിന്റെ ഓപ്പോസിറ്റുള്ള വില്ല വാങ്ങി അവിടെയാണ് അവർ താമസിക്കുന്നത്. നമിത സ്വന്തമായി ഒരു ക്ലോത്ത് ഡിസൈനിങ് യൂണിറ്റ് തുടങ്ങുന്നുണ്ട്. ഇൻസ്റ്റയിലൊക്കെ നല്ല മാർക്കറ്റിംഗ് ആണ് അതിന്. കൂടാതെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്.
ജോ ഒരു ട്രേഡറാണ്. അവനും ഉണ്ടൊരു യൂട്യൂബ് ചാനൽ. രണ്ടുപേരും മിക്കപ്പോഴും യൂറോപ്യൻ ട്രിപ്സ് ഒക്കെ പോകും. അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു മോഡേൺ കപ്പിൾസ്. നമിത കാണാൻ ഒറ്റ വാക്കി പറഞ്ഞ നല്ല എ ക്ലാസ് അച്ചായത്തി, മോഡേണും ആണ്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം പ്രായമായവരും അധികം കമ്പനിയൊന്നും ഇല്ലാത്തവരുമാണ്. നമിയും ജോയും വന്നാൽ പിന്നെ മിണ്ടാനും പറയാനും ആരേലും ഒക്കെ ഉള്ള പോലെയാണ്. അഞ്ജലിക്ക് തന്റെ പ്രിയ കൂട്ടുകാരി അയൽക്കാരി ആയതിൽ വളരെ സന്തോഷമായിരുന്നു. ഒരു ബ്ലാക്ക് കളർ ബോഡിക്കോൺ പാർട്ടി വെയർ ഡ്രസ്സാണ് നമിയുടെ വേഷം. ആ എടി, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഈ രാത്രി വീക്കെൻഡ് അല്ലേ, ക്ലബ്ബ് വരെ ഒന്ന് പോവാന്. ഹാവ് ഫൺ. നല്ല ക്ഷീണം, നാളെ കാണാം. ഓക്കെ. അഞ്ജലി മോളെയും കൊണ്ട് അകത്തേക്ക് കയറി. ഇഷയെ അവളുടെ മുറിയിൽ കിടത്തിക്കൊണ്ട് അവൾ അവരുടെ മുറിയിലേക്ക് വന്നു. പ്രണവ് ഡ്രസ്സ് മാറുകയായിരുന്നു. അവൾ അവനെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. എന്താ മാഷേ ഒരു മൗനം? ഇങ്ങർക്കെന്നെ ബോറടിച്ചു തുടങ്ങിയോ? അത് കേട്ടവൻ തിരിഞ്ഞ് അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. ഏയ് അതല്ലടി, എപ്പോഴും ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്ന ആർക്കായാലും ബോറടിക്കില്ലേ? നമ്മുടെ ലൈഫാണോ നീ ഉദ്ദേശിച്ചേ? അതെ. കുടുംബ ബന്ധങ്ങളില് കൂട്ടുയർപ്പിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സാഹിത്യമൊക്കെ ആണല്ലോ. അപ്പൊ എന്റെ മോൻ എന്താ ഉദ്ദേശിക്കുന്നേ? അതായത് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കണം, അത്രേ ഉള്ളു. അപ്പൊ എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കഥയുടെ ബാക്കി എന്താണെന്നറിയാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോര്. ഓപ്പൺ വേർഷൻ നിങ്ങൾക്ക് അവിടെ കേൾക്കാം. അടുത്ത പാർട്ടിൽ അവരുടെ ലൈഫിലുണ്ടായ സംഭവങ്ങൾ എന്താണെന്നറിയാൻ കാത്തിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. ബൈ.